ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഗബ്രി ജിൻഡോയ്ക്കെതിരെ വെച്ചിരുന്ന ഒരു അലിഗേഷൻ ആയിരുന്നു സെക്ഷൽ ഹറാസ്മെൻറ്റ്. അതായത് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് തൊടുന്നതൊന്നും ഇഷ്ടമല്ല, കാരണം അദ്ദേഹത്തിനെ വളരെ അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ഒരാഴ്ചയിൽ പല പ്രാവശ്യം ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അത് ഇന്ന് ഒരു ഡയറക്റ്റായിട്ടുള്ളൊരു ഒരു പോയിൻ്റായിട്ട് ഡിസ്കഷനിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു അവസരം കിട്ടിയ സമയത്ത് ലാലേട്ടൻ അത് നല്ല രീതിയിൽ തന്നെ ഗബ്രിക്കിട്ട് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ വേറെ എപ്പോഴും അല്ല, സ്പോട്ട് എവിക്ഷൻ സമയത്ത് അവർ ആക്ടിവിറ്റി ഏരിയയിൽ നിർത്തിയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് അവസാനമായി പറയാൻ പറയുന്നത് ജിൻഡോ അടുത്ത് വന്ന് ഗബ്രീനെയും തോളോടെ നിർത്തി പറയുന്നുണ്ട്, ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രവൃത്തികളൊന്നും തന്നെ ഉണ്ടാവില്ല ലാലേട്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ഉടനെ തന്നെ പറയുന്നുണ്ട്, ജിൻഡോ മാറി നിൽക്ക് ജിൻഡോ, കാരണം ഇവിടെ ചിലർക്കൊന്നും ദേഹത്ത് തൊടുന്നതൊന്നും ഇഷ്ടമല്ല എന്ന് അണ്ണാക്കിലിട്ട് കൊടുക്കുന്ന തരത്തിലുള്ളൊരു മറുപടി തന്നെയാണ് ലാലേട്ടൻ അവിടെ ജബ്രിക്ക് എതിരെ കൊടുത്തത്. സോ അത് നല്ലൊരു എന്താ പറയുക, ഒരു കിട്ടിയ അവസരം നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ അവിടെ പ്രയോഗിച്ചു എന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി എനിക്ക് തോന്നിയത്. എന്തായാലും ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് തന്നെ സംസാരിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിനെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജിനെയും വളരെ ബാധിക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച ഈ ഒരു വിഷയം വളരെ ചർച്ചയായി മാറിക്കൊണ്ടിരുന്നത് ബിഗ് ബോസ് ഹൗസിൽ. എന്തായാലും നല്ലൊരു ലാലേട്ടൻ വരും ദിവസങ്ങളിൽ ഇത്തരം പ്രവൃത്തികൾ വീണ്ടും കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ തീർച്ചയായും ഇനിയൊരു വാണിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല തീരുമാനം തന്നെയാണ് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും. എന്തായാലും വരും ദിവസങ്ങൾ തീർച്ചയായും ഷോ വേറെ ലെവലിൽ കൊണ്ടുപോകുന്നത് യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ലാലേട്ടൻ തന്നെ അനൗൺസ് ചെയ്തു, അതായത് വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസിൻ്റെ എൻട്രീസിനെ കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട്. താങ്ക് യു.